പ്രൊസീഡിങ്സ് പഠിച്ചിട്ടുണ്ടോ? ഹയറിന് ചോദിക്കുന്നതാണ് പ്രൊസീഡിങ്സ്. അപ്പോൾ അതെങ്ങനെ അടിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. പ്രൊസീഡിങ്സ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്. അത് കഴിഞ്ഞ് പ്ലേസ്. ഇത് ഇത്രയും അടുത്ത് ഇങ്ങനെ അടിക്കണം. ഇത് കണക്കടിക്കണം. പ്ലേസും അതിൻ്റെ കൂടെ ചേർത്താണ് അടിക്കാനുള്ളത്. പ്രൊസീഡിങ്സ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്. ഇതിന് ഈ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ പകരം വേറെ എന്തെങ്കിലും വരും അവിടെ. ഏത് വന്നാലും ഇങ്ങനെയാണ് അടിക്കാനുള്ളത്. എന്നിട്ട് പ്ലേസ് തിരുവനന്തപുരം ആണെങ്കിൽ അത് തിരുവനന്തപുരം അടിച്ചിട്ട് പിന്നെ പ്രസൻ്റ് എന്ന് വയ്ക്കണം. പ്രസൻറ്റ്. അപ്പോൾ ആളിൻ്റെ പേര് കാണും. അതാരാണോ അതിൻ്റെ പേര് പ്രസൻ്റ് എന്ന് വച്ചിട്ട് ഈ സൈഡിലാണ് പേരടിക്കാനുള്ളത്, നെയിം അടിക്കാനുള്ളത്. കണ്ടോ? പ്രസൻ്റ് എന്ന് വെച്ചിട്ട് നെയിം അടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഓർഡർ നമ്പർ എന്ന് വരും. ആ നമ്പർ വരും. ഓർഡർ നമ്പർ. ഇങ്ങനെ ഈ നമ്പർ അടിച്ച് ഡേറ്റഡ് കോമ ആ ഡേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ അടിക്കണം. എന്നിട്ട് അണ്ടർലൈൻ കൊടുക്കണം. അതാണ് പ്രൊസീഡിങ്സിൻ്റെ ഫോർമാറ്റ്. കണ്ടോ? ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ നമ്പരും ഡേറ്റഡ് സ്പ്ലിറ്റ് ചെയ്തും അടിക്കണം. ഡേറ്റഡ് കോമ 13th July 2012 എങ്ങനെ അടിക്കണം. 20. എന്നിട്ടാണ് സബ് റഫും അടിച്ചിട്ട് പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് അടിക്കണം. ഇവിടെയും അടിക്കണം. സബ്ജക്റ്റ് അടിക്കണം. അത് അത്രയും അടിച്ചിട്ടില്ല. റഫ് അടിക്കണം. 1, 2, 3 അങ്ങനെ വരും. അത് അത്രയും അടിക്കണം. അതിൻ്റെ ഫോർമാറ്റാണിത്. ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ സൈൻ, പേരും സ്ഥാനപ്പേരും അടിച്ചിട്ട് വീണ്ടും ഇത് കണക്ക് അടിക്കണം. ടു അഡ്രസ്സ് ഏറ്റവും താഴെയായിട്ട്. ഇതിൻ്റെ ടു അഡ്രസ്സും താഴെയായിട്ടാണ്. നമ്മൾ നേരത്തെ സർക്കുലറിൻ്റെ പറഞ്ഞതുപോലെയാണ് ഇതും. ടു അഡ്രസ്സ് താഴെയായിട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊക്കെ വരുന്നതാണ്. പ്രൊസീഡിങ്സും സർക്കുലറൊക്കെ കയറിന് വരുന്നതാണ്. ശ്രദ്ധിച്ച് പഠിക്കണം. ഇതെടുത്ത് നോക്കി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും തരണം കേട്ടോ.